വെറൈറ്റി മീഡിയയിലൂടെ അവതാരികയായി എത്തി മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി മാറിയ ഒരു താരം തന്നെയാണ് മസ്താനി. ബിഗ് ബോസ് മലയാളം സീസൺ 7ലൂടെയും താരം ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കി. സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമായി ആങ്കറിംഗ് രംഗത്തും തുടരും മസ്താനിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ്. മസ്താനി തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട്. ഇപ്പോൾ ഇതാ സിംഗിൾ മദറായി തന്നെ തുടരുന്ന തന്റെ ഉമ്മയെക്കുറിച്ച് മസ്താനി പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ശ്രദ്ധ നേടുന്നത്. ഉമ്മയെക്കുറിച്ച് പറയുമ്പോൾ മസ്താനിക്ക് 100 നാവാണ്. ബിഗ് ബോസിനകത്ത് വെച്ചും ഉമ്മയെക്കുറിച്ച് തന്നെയാണ് മസ്താനി കൂടുതലും സംസാരിച്ചിട്ടുള്ളത്. ഉപ്പ പോയതിനു ശേഷം മസ്താനിയെയും സഹോദരിയെയും ഉമ്മ കഷ്ടപ്പെട്ടാണ് നടത്തിയത്. ഇന്നീ കാണുന്ന വിജയങ്ങൾക്കെല്ലാം തന്നെ പിറകിൽ മസ്താനിയുടെ ഉമ്മയാണ് എന്ന് താരം പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുമുണ്ട്. എന്റെ എല്ലാ വിജയങ്ങൾക്ക് പിറകിലും എന്റെ ഉമ്മയുണ്ട്. ഞങ്ങളെ അത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഉമ്മ വളർത്തിയിട്ടുള്ളത്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എനിക്ക് എന്റെ താങ്ങും തണലുമായിട്ട് കൂടെയുണ്ടായിരുന്നത് ഉമ്മ മാത്രമാണ്. ആ ഉമ്മ ഇന്നും സിംഗിൾ മദറായി തന്നെ തുടരുകയാണ്. ഉപ്പ പോയതിനു ശേഷം മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ഉമ്മ ചിന്തിച്ചിട്ടേയില്ല. ഞങ്ങൾക്ക് വേണ്ടിയാണ് ഉമ്മ ജീവിച്ചത്. ഒരിക്കലെങ്കിലും മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ഉമ്മയ്ക്ക് ചിന്തിച്ചൂടെ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എങ്കിൽ മാത്രമല്ലേ എനിക്ക് എങ്ങോട്ടെങ്കിലും ഒക്കെ പോകുമ്പോൾ സമാധാനത്തോടെ പോകാൻ സാധിക്കുകയുള്ളൂ. ഇതിപ്പോൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഉമ്മയാണ് മനസ്സ് നിറയെ. ഉമ്മയ്ക്കൊരു കൂട്ടുണ്ടായിരുന്നു എങ്കിലെന്ന് ഞാൻ പലപ്പോഴായിട്ടും ചിന്തിക്കാറുണ്ട്. ഉമ്മയ്ക്കൊരു കൂട്ട് വേണമെന്നുള്ളത് എൻ്റെ ആവശ്യം തന്നെയാണ്. ഉമ്മയ്ക്കൊരു കൂട്ടുണ്ടെങ്കിൽ ഞാൻ അത്രമാത്രം സന്തോഷിച്ചേനെ. ഇന്നെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഉമ്മാക്കൊരു കൂട്ട് വേണമെന്നുള്ളത് തന്നെയാണ്. എൻ്റെ വിവാഹത്തിന് മുൻപ് എൻ്റെ ഉമ്മ വിവാഹിതയായെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇതേക്കുറിച്ച് ഉമ്മയോട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഉമ്മയ്ക്ക് ഒട്ടും താല്പര്യമില്ല. ഉമ്മയ്ക്ക് ഇപ്പോഴും സിംഗിൾ മദറായി തന്നെ ഞങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിക്കാനാണ് താല്പര്യം. എന്ത് ചെയ്യാനാ? ഉമ്മയ്ക്ക് താല്പര്യമില്ല. ഉമ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ മറ്റൊന്നും ഞാൻ നോക്കില്ല. ഉമ്മയുടെ താല്പര്യത്തിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും. ഉമ്മ ഒന്ന് വിവാഹിതയായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. സഹോദരിക്കും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഉമ്മ ഒരിക്കൽ പോലും ഇതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ സമ്മതം മൂളിയിട്ടില്ല. ഉമ്മ എന്നെങ്കിലും സമ്മതിക്കുമെന്നുള്ള വിശ്വാസത്തോടെ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതും. ഉമ്മയുടെ വിവാഹത്തെക്കുറിച്ച് തന്നെയാണ് മസ്താനി തുറന്നു പറഞ്ഞത്. എന്നാൽ ഉമ്മയ്ക്ക് അതേസമയം ഇത്ര നാളായിട്ടും താല്പര്യമില്ല എന്നും കൂടെ മസ്താനി കൂട്ടിച്ചേർത്തു. മലയാളികൾക്കെല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയങ്കരിയാണ് മസ്താനി. മസ്താനിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ്. അക്കൂട്ടത്തിൽ തന്നെയാണ് മസ്താൻ തന്റെ പുത്തൻ വിശേഷങ്ങൾ പങ്കുവെക്കവേ ഉമ്മയുടെ വിവാഹത്തെക്കുറിച്ചും തുറന്ന് സംസാരിച്ചത്.